മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികൾക്ക് വിട നൽകാൻ നാട്. കോഴിക്കോട്ടുപറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം ഉടൻ തുടങ്ങും. വെള്ളിമല ജുമാ മസ്ജിദിൽ ഖബറടക്കം നടക്കും. ഇടിമിന്നലേറ്റ മറ്റ് 3 പേർ ചികിത്സയിൽ തുടരുകയാണ്. സരീഷ് പി കെ ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സരീഷ്, വലിയൊരു ദുരന്തമാണ് ഉണ്ടായത്. അതും പ്രതീക്ഷിക്കാതെ സന്തോഷിക്കാൻ വേണ്ടി നിന്ന ഒരു കൂട്ടുകാർ, അവർ നിരന്തരം പോകുന്ന ഒരു സ്ഥലം. പക്ഷേ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഇടിമിന്നലിലാണ് 4 പേർക്ക് ജീവൻ നഷ്ടമായത്. 4 പേരും ഒന്നിച്ച് തന്നെ ഒരേ സ്ഥലത്ത് മണ്ണിൽ ഉറങ്ങാൻ പോവുകയാണ്. എല്ലാവരും, നാട്ടുകാരൊക്കെ ഇന്നലെയും ആ സ്ഥലങ്ങളിലേക്ക് ഓടിയെത്തുന്നുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ എത്തുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പൊതുദർശനം സംബന്ധിച്ച മറ്റ് വിശദാംശങ്ങൾ എന്താണ്? മാറ്റി അവർക്ക് യാത്രാമൊഴി നൽകുകയും പരമാവധി ആളുകൾക്ക് അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അവിടെ നിന്നും ആംബുലൻസിൽ മൃതദേഹം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. അല്പസമയത്തിനകം തന്നെ ഈ 4 മൃതദേഹങ്ങളും ഇവിടേക്ക് എത്തിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ പൊതുദർശനത്തിനായുള്ള എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്, ഖബർസ്ഥാനിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷെ അവിടെ അത്രത്തോളം സൗകര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുദർശനത്തിന് വെച്ച ഇതേ ഓഡിറ്റോറിയത്തിൽ തന്നെയായിരിക്കും മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക. നമ്മളിപ്പോൾ കാണാം, വലിയ ജനാവലി തന്നെ അവസാനമായി അന്ത്യയാത്ര നൽകുവാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ദാരുണമായ, ഈ നാടിനെ തന്നെ പിടിച്ചുകുലുക്കിയ ഈ അപകടം സംഭവിക്കുന്നത്. ഇന്നലെ വൈകിട്ട് സാധാരണഗതിയിൽ ഈ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ മറ്റാളുകളെല്ലാം തന്നെ ഇവിടെ എത്തി വൈകുന്നേരങ്ങളിൽ സാധാരണയായി കാറ്റുകൊള്ളാനും ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾക്കായി ഇവിടെ എത്താറുണ്ട്. പതിവ് പോലെ തന്നെയാണ് ഈ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഏതാണ്ട് 4 മണിയോടെയാണ് ഇവർ എത്തിയത്. അതിനിടയിലാണ് 4:30 ഈ ഭാഗത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടാകുന്നത്. ആ ഇടിമിന്നലിൽ അല്ലെങ്കിൽ ആ മഴ നനയാതിരിക്കാൻ സമീപത്തൊരു മരമുണ്ട്. ആ മരത്തിന് താഴേക്ക് ഈ 7 പേരും മാറി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ മിന്നലേൽക്കുന്നത്. മിന്നലേറ്റ് മുഴുവൻ ആളുകൾക്ക് 7 പേർക്കും പരിക്കേറ്റിരുന്നു. പിന്നീട് ഏതാണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രമാണ് ഈ മഴ ഇല്ലാതായ ശേഷം 2 പേർ, മറ്റ് പ്രദേശവാസികളായ 2 പേർ ഈ സ്ഥലം കാണുന്നതിനായി എത്തിയിരുന്നു. അവരാണ് ഈ ബോധമില്ലാത്ത അവസ്ഥയിൽ, അബോധാവസ്ഥയിൽ ഈ വിദ്യാർത്ഥികളെ കാണുന്നത്. പിന്നീട് അവിടെ സമീപവാസിയായ വിനോദിനെ വിവരമറിയിക്കുകയും വിനോദാണ് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഈ 6 പേരെയും, ആദ്യം 6 പേരെയാണ് കണ്ടെത്തിയത്, 6 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പിന്നീട് മാത്രമാണ് ഈ ആശുപത്രിയിൽ എത്തിച്ച് പരിക്കേറ്റ ഒരാളാണ് പറയുന്നത് തങ്ങൾ 7 പേരുണ്ടായിരുന്നു, ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്ന കാര്യം പറയുന്നത്. അതിനുശേഷം വീണ്ടും നടത്തിയ പരിശോധനയിലാണ് ഈ കാട്ടിനുള്ളിലേക്ക്, അതായത് ഇവരെ കണ്ടെത്തിയ 6 പേരെ കണ്ടെത്തിയ ആ കാട്ടിനുള്ളിൽ തന്നെ മറ്റൊരു ഭാഗത്തായി ഒരാളെ കൂടി കണ്ടെത്തുന്നത്. അദ്ദേഹത്തെ കൂടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പക്ഷേ അതിനിടയിലാണ് ഈ 4 മരണങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അത് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത് 17 മുതൽ 22 വയസ്സ് വരെയുള്ള 4 യുവാക്കളാണ്. ഈ പ്രദേശത്തെ എല്ലാ കാര്യത്തിനും ഏത് സമയത്തും ആക്റ്റീവായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ നാടിന് നഷ്ടമായത് എന്നുള്ളത്. സാധാരണഗതിയിൽ ആളുകൾ അവിടെ എത്തുമ്പോൾ ഇവരെല്ലാം തന്നെ എല്ലാ കാര്യത്തിനും അവിടെ എത്താറുണ്ട്. ഈ ടൂറിസ്റ്റ് പ്ലേസ്, ഇതൊരു ടൂറിസം വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമോ വകുപ്പിൻ്റെയോ അല്ല. ഇതൊരു ഈ പ്രദേശത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. പക്ഷേ പ്രദേശവാസികൾ ഉൾപ്പെടെ ഇവിടെ എത്തുകയും ഇരിക്കുകയും സംസാരിക്കുകയും ഒക്കെ, വൈകുന്നേരങ്ങളിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് അത് റീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ഫേമസ് ആവുകയും പിന്നീട് മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ അവിടെ എത്തുകയും വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഇങ്ങോട്ടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. ഇവിടെ നിന്നും മൃതദേഹങ്ങൾ നേരിട്ട് 4 പേരുടെയും വീടുകളിലേക്കായിരിക്കും കൊണ്ടുപോവുക. ആ വീടുകളിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനും ഏറ്റവും അവസാനമായി തങ്ങളുടെ ബന്ധുക്കളെ കാണുവാനുമുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. അതിനുശേഷം 4 മൃതദേഹങ്ങളും ഖബറടക്കം വെള്ളിമല ജുമാ മസ്ജിദിലായിരിക്കും. ആ 4 മൃതദേഹങ്ങളും ഒരേ സമയം അവിടെ ഖബറടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാവരും ഇവിടെ
എത്തി. അതായത് 7 മണി മുതൽ മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കൂ എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ 7 മണിക്ക് മുൻപേ തന്നെ ഇവിടെ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഏറ്റവും അവസാനമായി അവരെ ഒന്ന് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനും രാവിലെ 7 മുതൽ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ശരി സരീഷ്, എന്തായാലും ആ നാടൊന്നാകെ മങ്കടയിൽ ആ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തുകയാണ്. 4 കൗമാരക്കാരാണ് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തത്തിൽ ഇടിമിന്നലേറ്റ് മരിച്ചത്. എന്തായാലും 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്.